തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. എന്നെ സ്നേഹിച്ചു നീ സ്വന്ത ജീവനുമീ ഏഴക്കേകിയതാം വൻ ത്യാഗമേ. എന്നെ സ്നേഹിച്ചു നീ സ്വന്ത ജീവനുമീ ഏഴക്കേകിയതാം വൻ ത്യാഗമേ. നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവാ, നിന്നാമമെത്ര വന്ദനീയമേ. ഹല്ലേലൂയ. നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവാ, നിന്നാമമെത്ര വന്ദനീയമേ. തൃപ്പാദത്തിൽ ഇന്ന് വചനം സംസാരിക്കുന്നത് സഹോദരൻ ഷൈജു എം.ആർ. ചാലക്കുടി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം വായിക്കുന്നു. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു. കഠിന വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. സകല മനുഷ്യരുടെയും പരാതിയാണ് എന്നെ കാണുവാനും കേൾക്കുവാനും അറിയുവാനും ആരുമില്ല എന്നത്. മിസ്രയീമെ വാസം ഇസ്രായേലിനെ കഷ്ടതയുടെ പാരമ്യത്തിൽ എത്തിച്ചു. മിസ്രയീം ഈ ലോകത്തിന്റെ തനതായ ചിത്രം വെളിപ്പെടുത്തുകയാണ്. ഈ ലോകമാകുന്ന മിസ്രയീമിൽ സാത്താനാകുന്ന ഫറവോനു കീഴിൽ ലോകജനത സങ്കടക്കടലിൽ ആയിരിക്കുകയാണ്. ഞങ്ങളെ ആര് കാണും? ഞങ്ങളെ ആരറിയും? ഇവിടെയാണ് ആശ്വാസത്തിന്റെ പൊന്നാളവുമായി ദൈവം വരുന്നത്. ജനത്തിന്റെ കഷ്ടത കണ്ട് ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു എന്നാണ് എഴുത്തുകാരനായ മോശെ പറയുന്നത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ അത് വായിക്കാവുന്നതാണ്. ഈ ലോകമാകുന്ന ഊഷരഭൂമിയിൽ ദൈവജനം തളർന്നു പോകാൻ സാധ്യത ഏറെയാണ്. കർത്താവ് തന്നെയും പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടതയും സങ്കടവും ഉണ്ടായിരിക്കയില്ല എന്നതല്ല കർത്താവ് പറയുന്നത്. കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടണം, ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട് എന്ന വാക്തത്വമാണ് കർത്താവ് നൽകുന്നത്. നമ്മുടെ കഷ്ടതകൾ ദൈവം കാണുന്നു എന്നുള്ളത് ആശ്വാസപ്രദമായ കാര്യമാണ്. കുടുംബക്കാരോ പ്രിയപ്പെട്ടവരോ ഒരു വേള ലേവ്യനെ പോലെ മാറിപ്പോകാം, പുരോഹിതനെ പോലെ കടന്നുപോകാം. കോരഹപുത്രന്മാരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. വിശ്വാസമാകുന്ന ഈ ധൈര്യമാണ് ഭക്തകവികളായ ദൈവദാസന്മാരെ ഭരിച്ചത്. വിശ്വാസമാകുന്ന പടകിന് നേരെ കാറ്റും കോളും സ്വാഭാവികമാണ്. പക്ഷേ അമരത്തുള്ള അരുമനാഥൻ ഉണ്ടെന്ന വസ്തുത വിശ്വാസി മറന്നുപോകരുത്. കഷ്ടങ്ങളുടെ തീച്ചുളയിലൂടെ കടന്നുപോയ പൗലോസ് പറയുന്നത്, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. റോമർ 5-ാം അധ്യായം 3-ാമത്തെ വാക്യം. നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവത്തെയും പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു. ജാതികളുടെ വിഗ്രഹങ്ങളെ കുറിച്ച് 115-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, അവർക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല എന്നാണ്. എന്നാൽ സത്യദൈവത്തെക്കുറിച്ച് വായിക്കുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. യെശയ്യാ പ്രവചനം 59-ാം അധ്യായം 1-ാം വാക്യം. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14 വായിക്കുന്നത്, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനിലുള്ള ധൈര്യമാകുന്നു. അവസാനമായി ദൈവം തന്റെ ജനത്തിന്റെ സങ്കടങ്ങൾ അറിയുന്നു എന്നതാണ്. മിസ്രയീമിലായിരുന്ന തന്റെ ജനത്തിന്റെ നിലവിളിയും സങ്കടവും അവരുടെ ഉടയവനായ ദൈവം അറിഞ്ഞുവെന്നത് സ്തോത്രത്തിന് മതിയായതാണ്. പ്രിയ വിശ്വാസികളെ, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുവാൻ അറിയുവാൻ ഉറ്റവർക്കോ ഉടയവർക്കോ കഴിഞ്ഞെന്ന് വരികയില്ല. എങ്കിലും ദൈവം അറിയുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അഥവാ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ അറിഞ്ഞുകൊള്ളുക, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു.
തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. നഹൂമിന്റെ പ്രവചനം 1:7 സങ്കട നിമിത്തം ഇസ്രായേൽ നിലവിളിച്ചതിന്റെ പ്രതിഫലനമാണ് അവരുടെ വിടുതലിനായി ദൈവം ഇറങ്ങി വന്നത്. വിശ്വാസത്താൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ ഈ ദൈവം നിങ്ങൾക്ക് വിടുതലിന്റെ ദൈവമായിരിക്കും. പ്രിയ ദൈവജനമേ, ഈ വേദഭാഗത്തിലൂടെ ദൈവത്തിന്റെ നമ്മോടുള്ള കരുതൽ അറിഞ്ഞ് നമുക്ക് ജീവിക്കാം. നമ്മുടെ കർത്താവിന്റെ പേര് തന്നെ ഇമ്മാനുവേൽ എന്നാണ്, ദൈവം നമ്മോടുകൂടെ. യോഹന്നാൻ സുവിശേഷം 10:27 കർത്താവ് പറയുന്നത്, എന്റെ ആടുകളെ ഞാൻ അറിയുന്നു എന്നാണ്. ഈ സുദിനത്തിൽ നമ്മെ ധൈര്യപ്പെടുത്തട്ടെ നമ്മുടെ കർത്താവ്. അവിടുത്തെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നും ഉയർത്തിയിടുവാൻ, എന്നും പുകഴ്ത്തിയിടുവാൻ, എന്നും പാടിയിടുവാൻ നീ യോഗ്യനെ. എന്നും ഉയർത്തിയിടുവാൻ, എന്നും പുകഴ്ത്തിയിടുവാൻ, എന്നും പാടിയിടുവാൻ നീ യോഗ്യനെ. നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവ, നിന്നാമമെത്ര വന്ദനീയമേ. ഹല്ലേലൂയ. നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവ, നിന്നാമമെത്ര വന്ദനീയമേ.